നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ഇവിടുത്തെ പരിപാലനം എന്താണ്? എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. എന്തറിയാൻ പാടില്ല? ചക്കാലക്കൽ പിതാവാണ് KCBC ചെയർമാൻ എന്നറിയാൻ പാടില്ല. ഞാനിങ്ങനെ സഭയുടെ ഔദ്യോഗികമായ വലിയ കാര്യങ്ങളൊന്നും തിരക്കാറില്ല. ഞാൻ നിങ്ങളുടെ പ്രശ്നമായിട്ടാണ് എല്ലാ ജീവിതത്തിൽ എൻ്റെ പ്രാർത്ഥനയും പിന്നെ ശുശ്രൂഷ. നമ്മുടെ ശുശ്രൂഷയായിട്ടാണ് കൂടുതൽ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഞാൻ അങ്ങനെ അധികം ശ്രദ്ധിക്കാറില്ല. അഡ്മിനിസ്ട്രേഷൻ്റെ കഴിവും ദൈവത്തിൻ്റെ കൃപയും അതിനുള്ള അധികാരം കൊടുത്തവർ അത് ഭംഗിയായിട്ട് ജീവിക്കും. ഞാൻ അനുസരണയോടെ അവർക്ക് വഴിപ്പെട്ട് എൻ്റെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യും. നമുക്ക് അത്രയും പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം, ഞാൻ ശ്രദ്ധിക്കാൻ എനിക്കറിയാൻ പറ്റാഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്താ സംഭവം? ഈ കമ്മീഷനാണ് ഈ വിഷയം അടിസ്ഥാനപരമായിട്ട് ആത്യന്തികമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ എന്താ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു ഉറപ്പിച്ചതിന് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ, നിങ്ങളുടെ കടങ്ങൾ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം, നിങ്ങളെവിടെ ജീവിക്കും, ഇതൊന്നും നിങ്ങൾക്കറിയത്തില്ല. കുറച്ച് കാര്യങ്ങളറിയാം, ചില കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബിഗ് സീറോയാണ്, ഒന്നും അറിയത്തില്ല. പക്ഷേ എന്താ നമ്മുടെ ഉറപ്പ്? നിൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ച് എല്ലാം അറിയാം. നീ എവിടെയാണ് താമസിക്കേണ്ടത്, എങ്ങനെയാണ് നിൻ്റെ കടം പരിഹരിക്കേണ്ടത്, എങ്ങനെയാണ് നിൻ്റെ രോഗം സുഖപ്പെടേണ്ടത്, എവിടെയാണ് നീ പഠിക്കേണ്ടത്, എല്ലാം. നീ ഇപ്പം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എന്താണ് പ്രതിവിധി എന്ന് നിൻ്റെ ദൈവത്തിനറിയാം. കൈയടിച്ച് കർത്താവ് അപ്പൊ ഈശോയുടെ മനസ്സിൽ എന്താ ഉള്ളത്? രണ്ടുപേര് കൂടി പറയുന്ന സാക്ഷ്യങ്ങൾ, രണ്ടുപേരും ഒരേ കാര്യത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ അത് സത്യമാണ്. ഇപ്പോൾ രണ്ടുപേര് കൂടി പറഞ്ഞ സാക്ഷ്യങ്ങളിൽ ഈ ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് വന്ന എന്താണ്? അപ്പോൾ വർഗീസ് പിതാവ് ഇന്നലെ കുർബാന അർപ്പിച്ചപ്പോൾ അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? അദ്ദേഹം ടൈക്കണപ്പായിപ്പോയി, അഭിഷേകത്തിൽ നിറഞ്ഞ് അദ്ദേഹം പറഞ്ഞ് ഇതിനൊരു ജപമാലയുടെ ഒരു വൈബ്രേഷൻ ഉണ്ട്. എല്ലാ ജനങ്ങളും, ലക്ഷക്കണക്കിന് ജനങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് അന്തരീക്ഷം മുഴുവൻ ദൈവ ചൈതന്യം നിറഞ്ഞു നിന്നപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു ഉൾവിളിയുണ്ട്. എന്താണ്? അടുത്ത കൊല്ലം ഞാനും ഈ റാലിയുടെ കൂടെ നിങ്ങളുടെ കൂടെ നടന്നു വരുമെന്ന്. അതൊരു അഭിഷേകമാണ്. അതുകൊണ്ട് പിന്നീട് ഒരു കാര്യം എന്താ അദ്ദേഹം അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞ അവസാനം പറഞ്ഞിട്ടില്ലേ, ഞാൻ അൾത്താരെ കയറിയപ്പോൾ ഞാൻ കൃപാസനം മാതാവ് എന്നോട് സംസാരിച്ചു. അതാണത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് രോമാഞ്ചായിപ്പോയി. ഇക്കാര്യം എനിക്കിത് അറിയാവില്ല, അമ്മയ്ക്ക് ഈ പരിപാടി ഉള്ളതാണെന്നറിയാം. എത്രയോ മനുഷ്യരോട് അമ്മ സംസാരിക്കുന്നത്. അതായത് ഞാൻ അൾത്താരെ കയറിയപ്പോൾ, ആദ്യമായി അൾത്താരെ കയറിയപ്പോൾ കൃപാസന അമ്മ എന്നോട് സംസാരിച്ചു. എന്താ സംസാരിച്ചത്? ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എത്രയോ കാലമായിട്ട് ഇയാൾ ഇവിടെ വരാൻ വേണ്ടി അമ്മ കാത്തിരുന്നു എന്നുള്ളതാണ്. അതിനെ കാത്തിരിക്കാൻ കാരണമുണ്ടായിരുന്നത് ഞാൻ എൻ്റെ പിതാവിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വിളിക്കുന്നത്, രൂപതാധ്യക്ഷനെ വിളിക്കത്ത. പിതാവ് പറഞ്ഞ് ആ ദിവസങ്ങൾ ഞാൻ കോഹിമയിലാണെന്ന് പറഞ്ഞായിരുന്നു. ഒക്ടോബർ 28 ഞാൻ കോഹിമയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിതാവ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചക്കാലക്കൽ പിതാവിനെ വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ വൈനോട്ട്. അപ്പോൾ ഞങ്ങളുടെ പിതാവ് എല്ലാം ഇങ്ങനെ പെട്ടെന്ന് സന്തോഷത്തോടെ അംഗീകരിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ 3 പിതാക്കന്മാരെ വിളിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, പക്ഷേ പിതാവിൻ്റെ ആ സമയത്ത് ചക്കാല പിതാവ് കുർബാന എടുത്ത് കഴിഞ്ഞ് സമ്മതിച്ചതിന് ശേഷം ഞങ്ങളുടെ പിതാവിൻ്റെ പ്രോഗ്രാം കട്ടായി, കോഹിമയിലെ പ്രോഗ്രാം കട്ടായി. അപ്പോൾ പിതാവ് ഫ്രീ ആയി. അപ്പോൾ ഞാൻ പിതാവിനോട് പിതാവ് വരുന്നില്ലേ, ഞാൻ തീർച്ചയായിട്ടും ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിതാവ് വന്നു. പക്ഷേ കുർബാന ചെല്ലാൻ മാതാവ് ട്വിസ്റ്റ് നടത്തിയതാണ് അവിടെ. അതാണ് ഞാൻ നിന്നെ കാത്തിരിക്കുകയെന്ന് പറഞ്ഞില്ല, അതാണ് എൻ്റെ അർത്ഥം. ആ പ്രോഗ്രാം കട്ടാക്കി ട്വിസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കയറ്റിയതാണ്. അതായത് ഈ പരിപാലനം എന്ന് പറഞ്ഞ ഇതാണ്. ഇസ്രായേലിൻ്റെ ദൈവം മയങ്ങുകയില്ല, ഇസ്രായേലിൻ്റെ പരിപാലകൻ. നമ്മുടെ പ്രോഗ്രാം പോലും ഒരു പരിപാലനയുടെ ഭാഗമായിട്ട് മാറുകയാണ്. അത് എന്തുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്? ഇപ്പം നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യത വ്യക്തമാക്കട്ടെ. The word of God. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലുക്ക 18:1 ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ മനസ്സിലിരിപ്പ് എന്താണ്? ഭഗ്നാശരാകാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിക്കാതെ, തകർന്നു പോകാതെ, ശിഥിലമാകാതെ, മനസ്സ് ശിഥിലമാകാതെ പിന്നെ എന്ത് ചെയ്യണം? എപ്പോഴും പ്രാർത്ഥിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കുന്ന അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന ടൈം കൂടുന്നത്. ചിലർക്ക് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അപ്പം തന്നെ ജപമാല എടുത്ത് അല്ലെങ്കിൽ തിരിയൊക്കെ കത്തിച്ച് കൈയും കാലും കഴുകി, അതല്ല. അത് നമ്മുടെ കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ടഡ് പ്രെയറാണ്. അതല്ല. പ്രെയർ എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയും ദൈവത്തോടുള്ള സ്നേഹവാത്സല്യങ്ങൾ തോന്നലും ഇതെല്ലാം കൂടുന്ന ഒരു ഇൻറ്റിമസി ഉണ്ട്. അതിനാണ് പ്രെയർ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന ചൊല്ലലല്ലേ, അത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂട്ടഡ് പ്രെയറാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ യാമപ്രാർത്ഥനകളുണ്ടാവും. സന്ധ്യക്കുണ്ടാവും പ്രാർത്ഥിക്കും, വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. നേരത്തേക്ക് ഞാൻ 2 മണിക്ക് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് കുറച്ച് അസുഖമൊക്കെ ആയത് കാരണം 2 മണിക്കുള്ള കാര്യം കിടക്കുമ്പോൾ തന്നെ ചിലപ്പോൾ 10-11 മണി, ചിലപ്പോൾ 2 മണിയൊക്കെ നേരത്തെയൊക്കെ താമസിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ പ്രഷറൊക്കെ ഈ ഉറക്കം നിൽക്കണ അത്ര നല്ല കാര്യമൊന്നുമല്ലേ. ചിലതൊക്കെ പ്രഷറൊക്കെ ഫോം ചെയ്ത് വരും. പിന്നെ കിഡ്നിയുടെയൊക്കെ പ്രോബ്ലം വരും. ഉറക്കം നിന്നാൽ അതിനെ കാര്യം എനിക്ക് വേറെ സഭയില്ലല്ലോ. പകലെല്ലാം ജനങ്ങളുമായിട്ട് കൺഫ്യൂഷനും ധ്യാനവും പിന്നെ എഴുതണതെല്ലാം 10-20 പുസ്തകം എഴുതി, അതെല്ലാം രാത്രിയിൽ എഴുതണം. അപ്പം അതിന് ഉറക്കം വരും, പ്രഷറായി. അതായത് നമ്മൾ ചെയ്യുന്നതിന് എനിക്കെൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നൊരു കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത് ടൈം കുറവാണെന്ന് എപ്പോഴും എന്നോട് പറയുമായിരുന്നു. ടൈം കുറവാണ്. അപ്പോൾ ഞാനെന്ത് ചെയ്യും? അപ്പോൾ ലിമിറ്റഡ് തന്നിരിക്കുന്ന ടൈമിന് മാക്സിമം വർക്ക് ചെയ്യും. തന്നിരിക്കുന്ന ടൈമിന് യാതൊരു കോംപ്രമൈസും ഇല്ലാതെ വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് മനുഷ്യനല്ലേ, ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആ വിഷയം പറയാനല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ ദൈവം ഉദ്ദേശിക്കുന്നത് ഭഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പം നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതെല്ലാം യാചനാ പ്രാർത്ഥനയാണോ? മകളെ കെട്ടപ്രായമായ മകളുണ്ടെങ്കിൽ മകളെ കെട്ടിക്കണേ. അങ്ങനെയല്ല മക്കളെ. നല്ല ദൈവബന്ധമുള്ളവരൊന്നും പറയത്തില്ല ദൈവത്തോട് കാര്യങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ട് നല്ല ബന്ധമായിരിക്കും, ദൈവത്തിന് വേണ്ടി ജീവിക്കും, ദൈവത്തിന് വേണ്ടി. ഇപ്പം ഞാൻ തന്നെ ഉടമ്പടി എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മ നൽകുകയാണ്. എല്ലാവരെ കൊണ്ടും ഭക്ഷണം കൊടുപ്പിക്കണം, എല്ലാവരെ കൊണ്ടും രോഗികളെ പോയി കാണാൻ പറയണം, തറവാട്ടിലുള്ള വലിയപ്പന്മാരെ നോക്കാതെ ഇരിക്കുന്നവരെയും കുളിക്കാതിരിക്കുന്നവരെയും കുളിക്കാൻ പറയണം. ഇപ്പം നമ്മൾ കല്യാണം കഴിപ്പിച്ച ഉടമ്പടി പുസ്തകം എഴുതിയപ്പോൾ ഏറ്റവും സീരിയസ് ആയിട്ട് അന്ന് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ തൈക്കാട്ടുശ്ശേരിയിൽ നിന്നാണ് കുറച്ച് സമയം എഴുതിയ പള്ളിയിൽ എഴുതുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞാണ് തറവാടുകളിൽ മുതിർന്ന ആൾക്കാരുണ്ട്, അവിടെ കെട്ടി വന്നിരിക്കുന്ന പെൺപിള്ളേർ പുതിയ പ്രായക്കാരാണ്, അവർക്ക് കുഞ്ഞുങ്ങൾ 2 പേരുണ്ട്. പക്ഷേ കൂടെ ഉണ്ടായിരുന്നെല്ലാം മാറി താമസിച്ച് പോകുമ്പോൾ ഈ രോഗിയായിട്ട് കിടക്കുന്ന അപ്പനെ മണം വെച്ച് ഗന്ധം വെച്ച് ഭയങ്കരമായ അകൃതത്തിൽ കിടക്കുകയാണ്. അപ്പോൾ അവരുടെ സ്വത്ത് തർക്കമായിട്ടുള്ളത് കൊണ്ട് ഈ മൂത്ത ചേട്ടന്മാരുടെ വൈഫൊക്കെ ഒന്നോട് തിരിഞ്ഞു നോക്കത്തില്ല. പെൺമക്കളാണെങ്കിൽ അവർ ടീച്ചർമാരും സാറന്മാർക്കായിട്ട് പോയിട്ട് അവരും വന്ന് അപ്പൻ്റെ കാര്യം അന്വേഷിക്കത്തില്ല. അത് വന്ന് പരിപ്പിച്ചിട്ട് പോകും. ഇളയ മരുമകൾ തറവാട്ട് നിൽക്കുന്നവളെ പരിപ്പിച്ചിട്ട് പോകുന്നല്ലാതെ ഇവർ നേരെ വന്ന് അപ്പനൊരു ചൂടുവെള്ളം പോലും കൊടുക്കുകയോ കോരിക്കൊഴിയോ ഇല്ല. ആ സമയത്ത് അവർ പിള്ളേരെ വരാമെന്നും പറഞ്ഞ് അവർ പോകും. അപ്പോൾ ഇങ്ങനെ കുറേ അനാഥ പ്രേതങ്ങളെ പോലെ കുടുംബങ്ങളിലൊക്കെ മുതിർന്നവർ രോഗികളായിട്ട് കുളിക്കാണ്ട് കിടപ്പുണ്ട്. അവരെ കുളിപ്പിക്കാൻ പറയണമെന്നതിനോട് പറഞ്ഞ് ഞാനത് എഴുതി വെച്ച്. രോഗികളെ നമ്മുടെ ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട സംഭവമാണ്. ഞാൻ ആദ്യകാലങ്ങളൊക്കെ അത് പറയുമായിരുന്നു. എനിക്ക് റെപ്പറ്റീഷൻ ചെയ്ത് പറയണത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തത്. പക്ഷേ ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇതെല്ലാം പ്രാർത്ഥനയുടെ ഭാഗമാണ്. മനസ്സിലായില്ലേ? പത്രം കൊടുക്കാൻ പോണതും
അതിലൂടെ വിശ്വാസം കൈമാറുന്നതും, അതുപോലെ തന്നെ എല്ലാം രോഗികളെ കാണാൻ പോകുന്നതും. ഇപ്പം നമ്മളിവിടെ ഒരു കൃപാസനം മിഷൻ തുടങ്ങിയില്ലേ അപ്പുറത്ത്, കഴിഞ്ഞ വ്യാഴാഴ്ച വെഞ്ചരിച്ചു. അതായത് എന്താ സംബന്ധിച്ചാൽ നിങ്ങൾ കൊണ്ടുവന്ന പുതിയ തുണികളെല്ലാം, ഉടുപ്പുകളെല്ലാം വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉടമ്പെടുക്കാൻ വരുന്ന കൂട്ടത്തിൽ പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് അവർ കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് നിങ്ങൾ കൊണ്ടുവന്ന പാസ് ചെയ്ത് കൊടുക്കും ഉടുപ്പ്. അല്ല നിങ്ങൾ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെന്ന് അവർക്ക് കൊടുത്താൽ കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉടമ്പടി പത്രം മേടിച്ചിട്ട് അത് സൈൻ ചെയ്ത് വെച്ച് ഉടുപ്പ് എടുത്തു തരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. അതാണ് സംഭവം. അതിങ്ങനെ ഗ്രാൻഡ് സ്കെയിലിൽ ഇപ്പോൾ നമുക്ക് 2000-ഓളം പീസ് ഇരിപ്പുണ്ട്. അപ്പോൾ അതിപ്പോൾ ഈ ഒക്ടോബർ മാസം അമ്മയുടെ റാലി കഴിയുമ്പോൾ ആൾക്കാർക്ക് കൊടുക്കുക. അതിനുവേണ്ടി പ്രത്യേക സ്ഥാപനം ഉണ്ടാക്കിയിരിക്കുകയാണ്, സോഷ്യോ എന്നും പറഞ്ഞ്, അവിടെ നമ്മുടെ പാർക്കിംഗ് സെൻറ്ററിലെ. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ്. മനസ്സിലായില്ലേ? ഈ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നതും സാമൂഹ്യ പ്രവർത്തനം പറയുന്നതും വ്യത്യാസമുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു പ്രാർത്ഥന പോലെയാണ് നമ്മൾ ചെയ്യണത്. സാമൂഹ്യ പ്രവർത്തനത്തിൽ പ്രാർത്ഥന കണ്ടനല്ല. നമുക്ക് കഴിവുണ്ട്, സന്മനസ്സുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ ദൈവം കക്ഷിയല്ല. ആണെങ്കിൽ ആകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഈശോ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എന്ത് ചെയ്താലും എൻ്റെ നാമത്തിൽ ചെയ്യണമെന്നാണ്, അല്ലെങ്കിൽ റീഫണ്ടബിൾ അല്ലെന്നോ. മനസ്സിലായില്ലേ? എൻ്റെ നാമത്തിൽ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് എൻ്റെ നാമത്തിൽ നൽകുന്നതെങ്കിൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസ് 9:41. മർക്കോസ് 9:41. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. ഇവിടുത്തെ പ്രാധാന്യം എന്താണ്? നമ്മൾ കൊടുക്കണതും മേടിക്കണതും എല്ലാത്തിനും പിന്നിൽ ഒരു റെഫറൻസ് പോയിന്റ് ഉണ്ട്. എന്താണ്? അവൻ്റെ നാമത്തിൽ. അപ്പോൾ മർക്കോസിൻ്റെ എത്രയാണത്? 9:41. 37 എടുത്തേ. 9:37 എടുത്തേ. മർക്കോസ് 9:37. ഇതുപോലുള്ള ഒരു ശിശുവിനെ ഇതുപോലുള്ള ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഇതാണ് പ്രശ്നം. നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ പത്രം കൊടുക്കണ പ്രേക്ഷിത പ്രവർത്തനമായാലും, രോഗികളെ പോയി കാണുന്നതായാലും, ആശുപത്രിയിൽ പോയി ഭക്ഷണം കൊടുക്കണമായാലും, വസ്ത്രം കൊടുക്കണമായാലും എല്ലാം ചെയ്യുന്നത് പ്രാർത്ഥനയാകണം. എപ്പോഴാണത്? അവൻ്റെ നാമത്തിൽ ചെയ്യുമ്പോഴാണ്. അവൻ്റെ കാര്യം വെച്ചാൽ ദൈവം എല്ലാ കൃപയും സിംഗിൾ അക്കൗണ്ടിലാക്കിയിരിക്കുകയാണ്. പല അക്കൗണ്ടൊന്നും ഇല്ല, ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ. ഏകരക്ഷകൻ എന്ന് പറയുമ്പോൾ ചില അച്ഛന്മാർ തെറ്റിദ്ധരിച്ചിട്ട് അവർക്ക് എൻ്റെ കഥയിലറിയാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ ആൾക്കാർ സാക്ഷ്യം പറഞ്ഞ എല്ലാം മാതാവ് സഹായിച്ചു, മാതാവ് സുഖപ്പെടുത്തിയെന്നാണ് പറയണം. അപ്പം ചില അച്ഛന്മാർക്ക് ശരിക്കും കുരു പൊട്ടും അത് കേൾക്കുമ്പോൾ. അവർ പറയും മാതാവല്ല, ദൈവം യേശുവാണ് ഏകരക്ഷകൻ. ഇതാര് പറഞ്ഞല്ലെന്ന്. കർത്താവിൻ്റെ നമുക്ക് മനുഷ്യരാശിക്ക് നിത്യരക്ഷ നൽകുന്നത് ഒരു നാമം മാത്രമേ ഉള്ളത്. ഈശോയുടെ നാമമാണ്. ഈശോയുടെ നാമത്തെ എന്തുമാത്രം മഹത്വപ്പെടുത്താൻ ആർക്ക് കഴിയും? ഈ ഭൂമിയിൽ മാതാവിനെ പോയ അല്ലാതെ ആർക്ക് കഴിയും? കാര്യം ആ നാമത്തിൻ്റെ മഹത്വം അറിഞ്ഞ ആളാണ്. നമ്മുടെ പോലെയുള്ള വിശ്വാസമല്ലേ, നമുക്ക് അത്ഭുതങ്ങൾ കാണണ്ടേ? അതല്ലേ ഈശോ ചോദിക്കുന്നത്. അത്ഭുതങ്ങൾ കണ്ടല്ലാതെ നിങ്ങൾ വിശ്വസിക്കത്തില്ലല്ലോ എന്നൊക്കെ പറയണില്ലേ? സാധാരണ മനുഷ്യരെയും അമ്മയും തമ്മിൽ ഈശോ അവിടെ വെച്ചൊരു ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി തിരിക്കണം അവിടെ വെച്ചാണ്. അതുപോലെ നിങ്ങൾ അത്ഭുതം കണ്ടല്ലാതെ വിശ്വസിക്കത്തില്ലല്ലോ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന.
യോഹന്നാൻ 6:26. യോഹന്നാൻ 6:26. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. അപ്പൊ ഈശോനെ അന്വേഷിക്കണമെങ്കിൽ സാധാരണ മനുഷ്യർക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ അവരെ അന്വേഷണമൊക്കെ നിർത്തും. അതാണ് വിഷയം, സാധാരണ മനുഷ്യർ. പക്ഷെ അമ്മ അങ്ങനെയല്ല. അപ്പം വർദ്ധിപ്പിച്ചില്ലെങ്കിലും വെള്ളം വീഞ്ഞാക്കിയില്ലെങ്കിലും യേശുവിനെ അമ്മ അന്വേഷിക്കും. എങ്ങനെ അന്വേഷിക്കും? യേശു കൈമോശം വന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ. അതാണ് യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ അമ്മ പറഞ്ഞ വാക്കില്ലേ, എൻ്റെ മകനെ, ഞാനും നിൻ്റെ പിതാവും കൂടി എന്തൊരു ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 2:48. ലൂക്ക 2:48 വായിച്ചോളൂ. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. മാതാപിതാക്കന്മാർ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ഇതാണ് വിഷയം. ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അത് 2:48. ഈ 2:48 കൂടെയാണ് യോഹന്നാൻ 6:26 ലൂപ്പ് ചെയ്യേണ്ടത്. എന്താ പറയണത്? അടയാളങ്ങൾ കണ്ടുകൊണ്ടല്ലാതെ നിങ്ങൾ വിശ്വസിക്കത്തില്ലല്ലോ. ഇപ്പം മനുഷ്യനെ വിശ്വസിക്കണമെങ്കിൽ അടയാളം കാണണം. അടയാളം ഉള്ളത് കൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ അപ്പം തിന്ന് സംതൃപ്തരായത് കൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത്. അപ്പമെന്ന് പറഞ്ഞ സംഭവം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അന്വേഷിക്കത്തില്ല. പക്ഷേ അമ്മയ്ക്ക് യേശുവിനെ അന്വേഷിക്കാൻ അപ്പത്തിൻ്റെ ആവശ്യമില്ല. യേശുവിനെ കൈമോശം വന്നാൽ മതി. യേശുവിനെ കൺവെട്ടത്തിൽ നിന്ന് മറഞ്ഞിരിക്കണ കണ്ടാൽ അപ്പം അമ്മ പട്ടിണി നിന്നുകൊണ്ട് യേശുവിനെ അന്വേഷിക്കും. ദൈവവേദലേ, എന്നാണ് നിൻ്റെ മുമ്പിൽ നിന്ന് നിൻ്റെ ദൈവത്തെ നിനക്ക് കൈമോശം വരണത്? നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കണത്, ബൈബിൾ വായിക്കാൻ പറ്റാതിരിക്കണത്, ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷമില്ലാത്തത്, ദാറ്റ് യു ഹാവ് ഓൾറെഡി മിസ്ഡ് ജീസസ്. നിങ്ങൾക്ക് കർത്താവിന് നഷ്ടപ്പെട്ടു എങ്കിൽ ഈ അമ്മയെപ്പോലെ അപ്പം തിന്ന് സംതൃപ്തരായത് കൊണ്ടല്ല, അപ്പം കിട്ടുമെന്നുള്ള ആശയം പ്രത്യാശ ഉള്ളത് കൊണ്ടല്ല, യേശുവിനെ നഷ്ടപ്പെട്ടു, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, കുർബാനയ്ക്ക് പോകാൻ കഴിയുന്നില്ല, കുടുംബ പ്രാർത്ഥന ചെയ്യാൻ കഴിയുന്നില്ല എന്ന ഒറ്റ കാര്യം കൊണ്ട് ഈശോയെ നഷ്ടപ്പെട്ടവരെ തോന്നിയാൽ അമ്മയെപ്പോലെ മനസ്സിടറിക്കൊണ്ട് അന്വേഷിക്കാൻ പോവുമെങ്കിൽ അപ്പോഴും ഈശോ നമ്മൾ യഥാർത്ഥ യേശുവിൻ്റെ അമ്മയായി മാറും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അടയാളങ്ങൾ കാണാതെ അന്വേഷിച്ച അമ്മയുടെ മക്കളായി ഞങ്ങള് ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടെന്ന് തിരിച്ചറിഞ്ഞാൽ അങ്കലാപ്പോടെ അമ്മയെപ്പോലെ ഉത്കണ്ഠയോടെ തിരിച്ചു നടക്കാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. തിരിച്ചു നടക്കാൻ അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ.